എറണാകുളം ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നാൽ ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. പലയിടത്തും സ്പാനുകൾ പോലും കൃത്യമായി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല. റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി എല്ലായിടങ്ങളും പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ വലിയ ദുരിതമാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്നും തൃപ്രയാർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മിക്കവാറും ഇടത്തൊന്നും തന്നെ ദേശീയപാതയുടെ പണി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. അതുമാത്രമല്ല, പലയിടങ്ങളിലും അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുകയാണ്. കൂടാതെ ഈ മേഖലയിലെല്ലാം തന്നെ ഈ ഡൈവർഷൻ ബോർഡുകൾ കൃത്യമായി സ്ഥാപിക്കാത്തത് മൂലം അപകടങ്ങളും പതിവാവുകയാണ്. ഈ ഹൈവേ വന്ന് പിന്നെ ഒരു ID ലെണ്ടർ അപ്പുറപ്പുറം ബ്ലോക്ക് അല്ലേ, വരുന്ന വഴി റോഡ് ക്രോസ് ചെയ്തിരിക്കുന്ന വന്നിരുന്നത്. ഒരുപാട് വീടുകൾക്ക് ഇതായ അംഗനവാടി പരിസരങ്ങളിലൊക്കെ ഇഷ്ടംമാതിരി വെള്ളം കയറ്റി ആൾക്കാരൊക്കെ മാറി താമസിക്കുന്നത്, ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നു. വെള്ളം തന്നെ ഞങ്ങൾക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് വഴിയില്ലാത്ത ആൾക്കാരാണ്. ഈ പാലത്തിന്റെ വാർത്തിട്ടുണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹൈവേക്കാർ വന്ന് അതൊക്കെ മാറ്റി. അങ്ങനെ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്നയിടത്ത് സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു നേരെ വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ട ഒരു ഇടമാണ്, ഡൈവർഷൻ ബോർഡുകൾ വെച്ചിട്ടുള്ള ഇടമാണ്. പക്ഷേ ഇവിടെ വച്ചിരിക്കുന്ന ഒരു ഡൈവർഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും വാഹനങ്ങൾ വരികയാണെങ്കിൽ, അത്തരത്തിൽ വരികയാണെങ്കിൽ നേരെ ഇടിച്ച് തെറിച്ച് പോകാൻ, നിയന്ത്രണം വിട്ടൊക്കെ വരികയാണെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ച് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് നാളുകൾക്ക് മുൻപാണ് നാട്ടികയിൽ സമാനമായ അപകടത്തിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഒരു പരാതിയാണ്. ഈ മാസം ഒരാൾ മരിച്ചിട്ടൊക്കെ ഉണ്ട്. നിർമ്മാണം പൂർത്തിയായ ചാവക്കാടുള്ള മണത്തലയിലുള്ള മേൽപ്പാലത്തിലാണ് വിള്ളൽ ഉണ്ടായത്. അത് പക്ഷേ ഒരു കാര്യമായ ഒരു അറ്റകുറ്റപ്പണിയൊന്നും തന്നെ അവിടെ നടന്നില്ല. താൽക്കാലികമായ ഒരു അറ്റകുറ്റപ്പണി മാത്രം അവിടെ നടത്തി. അതോടുകൂടി അവിടുത്തെ ആളുകൾ ഈ ദേശീയപാതയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ആശങ്കയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാതയുടെ നിർമ്മാണം ഒരു റീച്ച് പോലും ഇതുവരേക്കും പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ചാവക്കാട് അവസ്ഥയാണ് ഇത്. എന്തായാലും വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്. പക്ഷേ അവർ ഈ ഒരു വികസനം വരുന്നതിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. പക്ഷേ എന്ന് തങ്ങളുടെ ഈ ദുരിതം തീരുമെന്നുള്ളൊരു ചോദ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു.